ഈസി ആയിട്ടുള്ള ചിക്കൻ കറി നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു കുക്കർ 5 ലിറ്ററിൻ്റെ കുക്കറാണ് ഇത്. നമ്മൾ സ്റ്റൗവിൽ വെച്ച് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. ചൂടായ ശേഷം നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു 5 ടീസ്പൂൺ ചേർത്ത് നമുക്കൊന്ന് വഴറ്റാം. ഇതിലേക്ക് സവോള 2 എണ്ണം വലിയതെടുത്തിട്ടുണ്ട്. നമുക്ക് ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. സവാള ഒരുപാട് നമ്മൾ വേവിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് 1 മിനിറ്റ് കുക്ക് ചെയ്താൽ മതിയാവും. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് വേണ്ട മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇവിടെ നമ്മൾ ടീസ്പൂൺ അളവിലാണ് പൊടികളൊക്കെ ചേർക്കുന്നത്, ചെറിയ സ്പൂൺ അളവിൽ. ഇവിടെ ഞാൻ 5 ടീസ്പൂണ് മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ പച്ചമുളക് ചേർക്കുന്നുണ്ടെങ്കിൽ സവോളയുടെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ഇടാവുന്നതാണ്. ഇവിടെ ഞാൻ കശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്. ഇത് ഒരു 3 തൊട്ട് 4 ടീസ്പൂൺ വരെ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. എരിവുടെ മുളക് പൊടിയാണെങ്കിൽ അതനുസരിച്ച് നമ്മൾ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഗരം മസാലപ്പൊടി 1 ടീസ്പൂണ്, ഉപ്പ് ഒരു 3 ടീസ്പൂണോളം ചേർത്തിട്ടുണ്ട്. ഈ പൊടികളൊക്കെ ഒന്ന് ജസ്റ്റ് നമുക്കൊന്ന് ചൂടാക്കാം. ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് തക്കാളി 2 വലിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. ഇത് ചെറിയ കഷ്ണങ്ങളാക്കിയത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇതിലേക്ക് 1/2 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് തൈര് 2 ടേബിൾ സ്പൂണ്, അതല്ലെങ്കിൽ ഒരു 1/4 കപ്പ് തൈര്, പുളിയില്ലാത്ത തൈര് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ചേർത്ത് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ തീ കുറച്ച് വെച്ച് വേണം ചെയ്യാനായിട്ട്. അതിനുശേഷം നമ്മളിതിലേക്ക് വെള്ളമൊന്നും തന്നെ ചേർക്കുന്നില്ല. ഇതിലേക്ക് ഞാൻ ബിരിയാണിയുടെ ലീഫ് അത് ഒരെണ്ണം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിന് പകരമായിട്ട് മല്ലിയില പുതിനയില വേണമെങ്കിൽ ചേർക്കാവുന്നതാണ്. നമുക്ക് കുക്കറിൻ്റെ മൂടി അടിച്ചിട്ട് ആദ്യം 1 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വയ്ക്കുക. അതിന് ശേഷം അതിനകത്ത് വെള്ളം ഇറങ്ങും. പിന്നെ നമ്മൾ തീ കൂട്ടി വെച്ചിട്ട് ഒരു വിസിലടിച്ച ശേഷം തീ കുറച്ച് വയ്ക്കുക. രണ്ടാമത്തെ വിസിൽ നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുക്ക് ചെയ്യാൻ. അതല്ലെങ്കിൽ 3 വിസിൽ നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണെങ്കിലും വേവിക്കാവുന്നതാണ്. സ്റ്റീമൊക്കെ പോയതിന് ശേഷം നമുക്ക് കുക്കർ തുറക്കാം. നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഒന്നുകൂടി സ്റ്റൗ കത്തിച്ചതിന് ശേഷം ചിക്കൻ്റെ ഗ്രേവി ഒന്ന് തിക്കാവാൻ വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റ് നമ്മൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്യാം. അതേസമയം നമ്മളിതിലേക്ക് കുറച്ച് മല്ലിയിലയും അതുപോലെ ഗരം മസാലപ്പൊടി ലാസ്റ്റായിട്ട് നമുക്ക് 1 ടീസ്പൂണ് ഗരം മസാലപ്പൊടിയും 1 ടീസ്പൂണ് കുരുമുളക് പൊടിയും ചേർക്കാം. നന്നായി മിക്സ് ചെയ്തിട്ട് നമുക്ക് 2 മിനിറ്റ് കഴിയുമ്പോൾ ഇത് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാം. ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ